ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ആക്ച്വലി ഒരു 3:30 ആയപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. ആര്യയുടെയും അക്ഷരയുടെയും ഡ്രസ്സ് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഒരു തമിഴ് സ്റ്റൈലായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാറിലായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ട്രാവൽ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരുള്ള ദർബാർ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിത് റിമ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല ഭംഗിയായിരുന്നു റിമേനെ കാണാൻ. പിന്നെ റിമയുടെ ബ്രദർ കണ്ണനെ വെൽക്കം ചെയ്യുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂമിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കഥകളി, അതുപോലെ തന്നെ മോഹിനിയാട്ടം, അങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വെൽക്കമിങ് ആയിരുന്നു. പിന്നെ അതുകൂടാണ്ട് സ്റ്റേജും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മൊത്തം ഒരു റെഡിഷ് തീമിലായിരുന്നു. നെക്സ്റ്റ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിമയുടെ എൻട്രിക്കായിരുന്നു. റിമയുടെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് എൻട്രി ആയിരുന്നു. SNDP ബേസ് ചെയ്തിട്ടുള്ള മാരേജ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് പൂജയും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് റിച്വൽസൊക്കെ ഉണ്ടായിരുന്നു. മാലയിടലും ഫങ്ഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 കൂട്ടം പായസമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈവനിങ് ഫംഗ്ഷൻ ഉണ്ട്, റിസപ്ഷൻ ഈവനിങ് ആയിരുന്നു. അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കമ്മൽ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഫൈനലി നമ്മളുടെ റിസപ്ഷൻ സ്റ്റേജ് ഇതാണ്. അടിപൊളി ഡെക്കോറായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് ദേ കാണുന്ന ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് ഒരു ഷിമ്മർ ടൈപ്പ് ബോഡിക്കോൺ ആയിരുന്നു. അത് ഞാൻ സാവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കസിൻസിൻ്റെ വേറെ കുറച്ച് ഫോട്ടോ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ കൂടെയും ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി സ്റ്റേജിൽ കളിക്കാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ 2 ഫാമിലിയിൽ നിന്നും ഇതുപോലെ കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഡാൻസ് ആയിരുന്നു. അത് ആസ് യൂഷ്വൽ സ്റ്റേജിലെത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും തെറ്റിച്ചു. പക്ഷേ എന്നാലും നല്ലതായിരുന്നു. പിന്നെ ഫാമിലിയുടെ ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കണ്ണൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കസിൻസിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുന്നത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. പക്ഷെ അതാകെ കളറായിരുന്നു. അതിന് ശേഷം ഒരു 11 മണിക്കായി വീട്ടിലെത്തി. അവിടെ വന്നിട്ട് ഇതേപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.